ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് ഓൾസോ ഹാപ്പി വിഷു. അങ്ങനെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക്. ഹോട്ടലിൽ നിന്നും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എന്തൊരു ഭംഗിയാണല്ലേ രാവിലത്തെ ഈ കാഴ്ചകൾ കാണാൻ. ദീപങ്ങളാൽ അലങ്കൃതമായ അമ്പലം കുറേ നേരം അങ്ങനെ നോക്കി നിന്നു. ശേഷം പുറകിലേക്ക് ദർശനത്തിനായി പോയി. വളരെ വലിയ തിരക്കായിരുന്നു കേട്ടോ. പ്രായമായ മുത്തശ്ശി ഉള്ളത് കൊണ്ട് തന്നെ 200 രൂപ പെർ പേഴ്സൺ എന്ന നിലയിൽ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് ക്ഷേത്രത്തിന്റെ കോവിലിനുള്ളിലേക്ക്. പക്ഷെ കോവിലിനുള്ളിലേക്ക് പ്രവേശനമുള്ളൂ. അവിടെ വീണ്ടും വെയിറ്റിംഗ് ദർശനത്തിനായി. എങ്കിലും തിരക്കിനിടയിൽപ്പെട്ട് ബുദ്ധിമുട്ടേണ്ടി വരില്ല. നാമജപങ്ങളും കണ്ണനേറെ പ്രിയപ്പെട്ട സംഗീതവുമെല്ലാം ക്ഷേത്രത്തിനുള്ളിൽ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു. ദർശനത്തിന് ശേഷം ഗോശാലയും കണ്ട് പുറത്തേക്ക്. വർണ്ണവെളിച്ചങ്ങളിൽ കണ്ട ഗോപുരം സൂര്യവെളിച്ചത്തിലും മാറ്റൊട്ടും ചോരാതെ നിൽക്കുന്നു അല്ലേ. കോവിലിനകത്തു പോകാതെ തന്നെ ദാ ഈ ഗോപുരത്തിന്റെ കിളിവാതിലിലൂടെ നോക്കിയാലും കണ്ണനെ കാണാം. പക്ഷേ നട തുറക്കുന്ന സമയം അറിഞ്ഞിരിക്കണം. ഈ യാത്രയിൽ പ്രത്യേകം ഓർക്കേണ്ട ഒരാളുണ്ട്. ദർശന സമയത്ത് കണ്ടുമുട്ടിയ മലയാളിയായ കർണാടകയിൽ PhD ചെയ്യുന്ന ഒരു ചേച്ചി. ആളാണ് കേട്ടോ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നത്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ആളോട് ഒരുപാട് നന്ദി. ഇത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള അമ്പലത്തിന്റെ കാഴ്ചകളാണ് കേട്ടോ. ഇനി അല്പനേരം വിശ്രമം. ഉച്ചയ്ക്ക് ശേഷം മാൽപ്പേ ബീച്ചിലേക്ക് പോകാനുള്ളതാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.